ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ക്ലീനിങ്ങും ഒക്കെ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടു നോക്കുക. ഇന്നിപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കിച്ചണ് മൊത്തത്തിൽ ക്ലീൻ ആക്കി ഇട്ടിക്കണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീടും കിച്ചണും ഒക്കെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കിയിടും. ഇത് പിന്നെ രാവിലെ അങ്ങനെ കഴുകി വെച്ചിട്ടുള്ള പാത്രമായിരുന്നു. അത് ഷെൽഫിക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ പാട് അങ്ങനെ പാത്രത്തിന്മേൽ നിൽക്കും. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ബോട്ടിലുകൾ കഴുകി വെക്കാണ്ട്. ഇത് ചിക്കൻ മസാല അതുപോലെ മീറ്റ് മസാല ഒക്കെ ഇട്ട് വെക്കണ ബോട്ടിലുകളാണ് കേട്ടോ. അപ്പോൾ ഇത് തീർന്നിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ കഴുകിയിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിരുന്നു. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി എടുക്കട്ടെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു തുണി വിരിച്ചിട്ടൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൽ കുറച്ച് ക്ലോറക്സ് ഒഴിച്ചിട്ട് 2-3 കൈലുകൾ ഇതുപോലെ നമ്മൾ കറിയിലൊക്കെ ഉപയോഗിക്കുന്ന കാരണം മഞ്ഞ കളർ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പോകാൻ വേണ്ടിയിട്ട് അതൊന്ന് വെള്ളത്തിലൊന്ന് വെച്ച് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ അതങ്ങനെ ഒരു 10 മിനിറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മഞ്ഞ കളറൊക്കെ കഴിയുമ്പോൾ പോയി കിട്ടും കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് വെച്ചതാണ്. പിന്നെ ഉള്ളത് ഇത് ഗ്യാസിൻ്റെ മുകളിലുള്ള കബോർഡാണ്. അപ്പോൾ അത്യാവശ്യം ഓയിലും കാര്യങ്ങളൊക്കെ അതിൽമേൽക്ക് ആവും. നമ്മൾ കുക്ക് ചെയ്യണ ആവിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് അപ്പോൾ ഡെയിലി ക്ലീൻ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കും. പക്ഷേ അങ്ങനെ ഡീപ്പായിട്ട് തുടച്ചു കൊടുക്കലില്ല. അപ്പോൾ നമ്മളെ ഗ്ലാസ് ക്ലീനർ ഉണ്ടല്ലോ അത് വെച്ചിട്ട് നല്ലോണം ഒന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു ഷൈനിങ് ആയിരിക്കും ഗ്ലാസ് ക്ലീനർ വെച്ചിട്ട് ഇതുപോലെ തുടച്ചിട്ടുണ്ടെങ്കിൽ. ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇന്ന് ഉച്ചക്ക് മോരുകറിയും അതുപോലെ വാഴക്കുപ്പേരിയും പിന്നെ മട്ടന് മുളകിട്ടതുമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയും കാര്യങ്ങളൊന്നും ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി പിന്നെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താം. പിന്നെ ലാസ്റ്റ് ഇപ്പോൾ ഒരു മട്ടനിലേക്ക് മല്ലിയിലയും അതുപോലെ പച്ചമുളകും കരിവേപ്പിൻ്റെ ഇലയൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ബീഫാണെങ്കിലും മട്ടനാണെങ്കിലും ചിക്കനാണെങ്കിലും ഒക്കെ ലാസ്റ്റ് ഇതുപോലെ നല്ലോണം വറ്റി വരുന്ന സമയത്ത് പച്ചമുളക് അങ്ങനെ കീറിയിട്ട് കൊടുക്കുന്നത് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട് മട്ടനൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് എടുക്കുകയാണ്. നല്ല ടേസ്റ്റുള്ളൊരു മട്ടൻ മുളകിട്ടതാണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ ചോറ് കഴിക്കുകയാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിപ്പോൾ മോളെ ഉറക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഇതാ ഇത് വൈകുന്നേരമാണ് കേട്ടോ. ഇന്ന് വൈകുന്നേരം ചായക്ക് കടി സോയാബീൻ കബാബാണ്. ഇത് നമ്മൾ ചിക്കൻ കബാബൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്. ചിക്കന് പകരം സോയാബീനാണെന്നുള്ളൂ. അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യാണ്. അപ്പോൾ ഇതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ചായക്ക് വെള്ളം കൂടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിതാ നല്ലോണം തിളച്ച് വന്നിങ്ങനെ.
ഇനിയിപ്പോൾ അതിലേക്കൊന്ന് പൊടി ഇട്ട് കൊടുക്കട്ടെ. ചായയൊക്കെ റെഡിയായി. ഇനിയിപ്പോൾ ചായ കുടിക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.